രാവിലെ എഴുന്നേറ്റ ഉടനെ നിങ്ങൾ ആ തൈറോയ്ഡ് ഗുളിക അങ്ങ് വിഴുങ്ങി. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പത്രവും എടുത്ത് ഉമ്മരത്ത് പോയിരുന്ന് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ചൂട് പാൽച്ചായയും കുടിച്ചു. സത്യം പറഞ്ഞാൽ ഒരു ദിവസത്തിന് ഇതിലും മികച്ചൊരു തുടക്കം വേറെയില്ല അല്ലേ? അതെ അതെ. പക്ഷേ ഒരു വലിയ സത്യം എന്താണെന്നറിയാമോ? ആ ഒറ്റ ഗ്ലാസ് പാൽച്ചായയിലൂടെ നിങ്ങൾ കുറച്ചു മുമ്പ് കഴിച്ച ആ മരുന്നിന്റെ ഫലം പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് ചെയ്തത്. കറക്റ്റ്. അത് പലർക്കും അറിയില്ല എന്നതാണ് സങ്കടം. അപ്പോൾ ഈ ഡീപ്പ് ഡൈവിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഹൈപ്പോ തൈറോയിഡിസം ഉള്ളവർ എന്തൊക്കെ കഴിക്കണം, എന്തൊക്കെ ഒഴിവാക്കണം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശദമായി സംസാരിക്കുന്നത്. അതെ, ഇന്റർനെറ്റിൽ നോക്കിയാൽ കൂടുതലും വിദേശ രാജ്യങ്ങളുടെ ഡയറ്റുകളാണ് കാണുക. അതൊക്കെ മാറ്റി നിർത്തി തികച്ചും കേരളീയമായ ഭക്ഷണരീതിയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. തീർച്ചയായും. നമ്മൾ ദിവസവും കഴിക്കുന്ന കപ്പ, മത്തി, പാൽച്ചായ ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ എന്താണ് ചെയ്യുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിന്റെ ഒരു അടിസ്ഥാന കാര്യത്തിൽ നിന്നും തുടങ്ങാം, അല്ലേ? തുടങ്ങാം. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഹൈപ്പോ തൈറോയിഡിസം എന്നത് വെറുമൊരു രോഗമല്ല, മറിച്ച് നമ്മുടെ ശരീരത്തിന്റെ മൊത്തം വേഗത കുറയുന്നൊരവസ്ഥയാണ്. ഓഹോ, ശരീരത്തിന്റെ വേഗത കുറയാന്ന് വെച്ചാൽ? അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഈ അവസ്ഥയെ ഒന്നുകിൽ മെച്ചപ്പെടുത്തും, അല്ലെങ്കിൽ വളരെ വേഗത്തിൽ വഷളാക്കും. ഇതിൽ പാതി വഴിയില്ല. അപ്പോൾ തൈറോയിഡ് ഗ്രന്ഥിക്ക് ഊർജം നൽകുന്ന ഭക്ഷണങ്ങളെക്കുറിച്ച് ആദ്യം പറയാം. ഞാനിതിനെ ഒരു കെമിക്കൽ ലബോറട്ടറി ആയിട്ടാണ് കാണുന്നത്. ഈ ലബോറട്ടറിക്ക് നിരന്തരം T3, T4 എന്നീ ഹോർമോണുകൾ ഉണ്ടാക്കണം. വളരെ കൃത്യമായ ഉപമയാണ് ആ കെമിക്കൽ ലബോറട്ടറി എന്നത്. ഈ ഹോർമോണുകൾ ഉണ്ടാക്കാൻ പ്രധാനമായും വേണ്ടത് അയഡിനാണല്ലോ, അല്ലേ? ഞാൻ വായിച്ച വിവരങ്ങൾ ശരിയാണെങ്കിൽ ഈ T3, T4 എന്ന പേരുകളിലെ നമ്പരുകൾ അതിലുള്ള അയഡിൻ ആറ്റങ്ങളുടെ എണ്ണമാണ്. അതെ അതെ. T4 അഥവാ തൈറോക്സിൻ എന്ന ഹോർമോണിൽ കൃത്യമായി 4 അയഡിൻ ആറ്റങ്ങളുണ്ട്. T3-ല് 3 എണ്ണവും. അപ്പോ ശരീരത്തിൽ അയഡിൻ ഇല്ലാതെ നിങ്ങളുടെ ഈ ഗ്രന്ഥിക്ക് ഹോർമോൺ ഉണ്ടാക്കാൻ യാതൊരു നിർവാഹവുമില്ല. അതായത് ഒരു കെട്ടിടം പണിയാൻ ഇഷ്ടികയില്ലാത്ത അവസ്ഥ. കറക്റ്റ്. ഇവിടെയാണ് നമ്മുടെ നാട്ടിലെ ഭക്ഷണരീതിയുടെ പ്രാധാന്യം. പ്രത്യേകിച്ചും നമുക്ക് സുലഭമായി കിട്ടുന്ന കടൽ മത്സ്യങ്ങൾ, മത്തി, അയല, ചൂര, ഇതൊക്കെ അയഡിന്റെ വലിയൊരു കലവറയാണ്. ഒരു മിനിറ്റ്, അവിടെ എനിക്കൊരു ചെറിയ സംശയമുണ്ട്. ഈ കടൽ മത്സ്യങ്ങളിൽ വലിയ അളവിൽ മെർക്കുറി ഉണ്ടെന്നും തൈറോയിഡ് ഉള്ളവർ അത് കഴിക്കുന്നത് അപകടമാണെന്നും കേട്ടിട്ടുണ്ടല്ലോ. ഇത് രണ്ടും കൂടി എങ്ങനെ ശരിയാകും? അതൊരു മികച്ച ചോദ്യമാണ്. അവിടെയാണ് നമ്മൾ മീനുകളുടെ വലിപ്പം ശ്രദ്ധിക്കേണ്ടത്. സ്രാവ്, വലിയ കേര പോലെയുള്ള വലിയ കടൽ മത്സ്യങ്ങളിലാണ് ഈ മെർക്കുറി കൂടുതലായി കാണുന്നത്. ഓ, അപ്പോ ചെറിയ മീനുകൾക്ക് കുഴപ്പമില്ല അല്ലേ? അതെ. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മത്തി അഥവാ ചാള, അയില തുടങ്ങിയ ചെറിയ മത്സ്യങ്ങളിൽ മെർക്കുറി വളരെ കുറവാണ്. മാത്രമല്ല, ഇവയിലടങ്ങിയിട്ടുള്ള ഒമേഗ-3 ഫാറ്റി ആസിഡുകൾക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു റോൾ കൂടിയുണ്ട്. ഈ വീക്കം കുറയ്ക്കുന്ന കാര്യമാണോ? അതെ അതെ. ഹാഷിമോട്ടോസ് പോലെയുള്ള ഓട്ടോ ഇമ്മ്യൂൺ അവസ്ഥകളിൽ പ്രതിരോധ വ്യവസ്ഥ തന്നെ തൈറോയിഡ് ഗ്രന്ഥിയെ ആക്രമിച്ച് വീക്കമുണ്ടാക്കും. ഈ ഒമേഗ-3 ആ വീക്കം കുറയ്ക്കാൻ വലിയ രീതിയിൽ സഹായിക്കും. ആഹാ, അപ്പം മീനിന്റെ വലിപ്പത്തിലാണ് കാര്യം. വലിയ മീനുകൾ ഒഴിവാക്കുക, ചെറിയ മീനുകൾ ധൈര്യമായിട്ട് കഴിക്കാം. ഇനി അയഡിൻ മാത്രമല്ലല്ലോ ഈ ലബോറട്ടറിക്ക് വേണ്ടത്. സിലീനിയം, പിന്നെ സിങ്ക് എന്നിവ കൂടി വേണ്ടേ? തീർച്ചയായും. ഇവിടെ ഒരു വലിയ സയൻസ് ഉണ്ട്. നമ്മുടെ ഗ്രന്ഥി പ്രധാനമായും ഉൽപ്പാദിപ്പിക്കുന്നത് T4 എന്ന ഹോർമോണാണ്. നമ്മൾ ഗുളികയായി കഴിക്കുന്നതും അതുതന്നെയാണ്. മാറി T3 ആകണം. ഈ പ്രക്രിയ നടക്കുന്നത് ഗ്രന്ഥിയിലല്ല, കരളിലും വൃക്കകളിലുമാണ്. ഓഹോ, അവിടെ വെച്ചാണോ ഈ മാറ്റം നടക്കുന്നത്? അതെ. ഈ T4-ൽ നിന്ന് ഒരു അയഡിൻ ആറ്റത്തെ വെട്ടിമാറ്റി അതിനെ T3 ആക്കി മാറ്റുന്ന ഒരു എൻസൈമുണ്ട്. ഡി-അയോഡിനേസ് എന്നാണ് അതിന്റെ പേര്. ഞാനിതിനൊരു കത്രിക എന്ന് വിളിക്കാം. കത്രിക. എളുപ്പമുണ്ട് മനസ്സിലാക്കാൻ. ഈ കത്രിക പ്രവർത്തിക്കണമെങ്കിൽ സെലീനിയം നിർബന്ധമാണ്. സെലീനിയം ഇല്ലെങ്കിൽ ഈ ഹോർമോൺ മാറ്റം നടക്കില്ല. നിങ്ങൾക്കെപ്പോഴും ഭയങ്കര ക്ഷീണം തോന്നും. വാവ്, അതായത് നമ്മൾ ദിവസവും മരുന്ന് കഴിച്ചു പുറത്തുനിന്ന് T4 കൊടുത്താലും ശരീരത്തിൽ സെലീനിയം ഇല്ലെങ്കിൽ അതുകൊണ്ടൊരു പ്രയോജനവുമില്ല, അല്ലേ? അതെ. അതുകൊണ്ടാണ് മുട്ടയുടെ മഞ്ഞക്കരു, ചിക്കൻ മാംസം എന്നിവയൊക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറയുന്നത്. കാര്യങ്ങൾ വളരെ വ്യക്തമാകുന്നുണ്ട്. ഇതിനൊപ്പം ചോദിക്കേണ്ട മറ്റൊരു വലിയ പ്രശ്നമാണ് ശരീരഭാരം കൂടുന്നത്. നമ്മൾ മലയാളികൾ 3 നേരവും ചോറുണ്ണുന്നവരാണല്ലോ. ഈ വെള്ള അരിയുടെ ഉപയോഗം വണ്ണം വെക്കാൻ കാരണമാകില്ലേ? വലിയൊരു കാരണമാണ്. തൈറോയ്ഡ് കുറയുമ്പോൾ
മെറ്റബോളിസം വളരെ പതുക്കെയാകും. വെള്ളയരി പോളിഷ് ചെയ്തതായതുകൊണ്ട് അതിൽ നാരുകൾ തീരെയില്ല. അപ്പൊ പെട്ടെന്ന് ദഹിച്ച് ഗ്ലൂക്കോസ് കുത്തനെ കൂടും. അപ്പോ ഈ ഗ്ലൂക്കോസ് കൊഴുപ്പായി മാറും അല്ലേ? അതെ, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് അധികമുള്ള ഗ്ലൂക്കോസ് മുഴുവൻ പെട്ടെന്ന് തന്നെ കൊഴുപ്പായി മാറും. ഇതാണ് വണ്ണം കൂടാൻ കാരണം. ഇതിന് പരിഹാരമായിട്ടാണ് തവിടുള്ള മട്ടയരി, ഗോതമ്പ്, ഓട്സ് ഇതൊക്കെ കഴിക്കാൻ പറയുന്നത്. ഇതിൽ നാരുകളുള്ളതുകൊണ്ട് എന്താണ് ശരീരത്തിൽ സംഭവിക്കുന്നത്? നാരുകളുള്ളതുകൊണ്ട് ദഹനം വളരെ സാവധാനത്തിലാകും. ഗ്ലൂക്കോസ് പതുക്കെ മാത്രമേ രക്തത്തിൽ കലരുകയുള്ളൂ. ശരീരത്തിനത് ഉപയോഗിക്കാൻ സമയം കിട്ടും. മലബന്ധം ഒഴിവാക്കാനും ഇത് സഹായിക്കുമല്ലോ അല്ലേ? തീർച്ചയായും. തൈറോയിഡ് രോഗികളിലെ വലിയൊരു പ്രശ്നമാണ് മലബന്ധം. മുരിങ്ങയില, ചീര, പച്ചക്കറികൾ എന്നിവയിലെ നാരുകൾ കുടലിന്റെ ചലനത്തെ ഉത്തേജിപ്പിച്ച് മലബന്ധം ഇല്ലാതാക്കും. അപ്പൊ നമ്മൾ ശരീരത്തിന് വേണ്ട ഇന്ധനങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചു. ഇനി നമുക്ക് ഈ ഡീപ്പ് ഡൈവിലെ വില്ലന്മാരിലേക്ക് വരാം. ഈ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന ഗോയിട്രോജൻ. ഞാൻ ഇതിനെ ഒരു വ്യാജ താക്കോലായിട്ടാണ് കാണുന്നത്. അതൊരു കിടിലൻ ഉപമയാണ്. വ്യാജ താക്കോൽ അല്ലേ? അതായത് ഐഡിൽ എന്ന യഥാർത്ഥ താക്കോൽ ഇടേണ്ട ദ്വാരത്തില് ഈ ഗോയിട്രോജൻ വന്ന് കയറിയിരിക്കും. അപ്പൊ ഐഡിനകത്ത് കയറാൻ പറ്റില്ല. കൃത്യമായി ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഗ്രന്ഥി രക്തത്തിൽ നിന്ന് അയഡിൻ വലിച്ചെടുക്കാൻ ഒരു പമ്പ് ഉപയോഗിക്കുന്നുണ്ട്. ഈ പമ്പിലേക്കാണ് ഗോയിട്രോജൻ വന്ന് തടസ്സം നിൽക്കുന്നത്. അപ്പൊ നമ്മൾ എത്ര അയഡിൻ കൊടുത്താലും കാര്യമില്ല. അതെ, അയഡിൻ കിട്ടാതെ വരുമ്പോൾ ഗ്രന്ഥി കൂടുതൽ പണിയെടുക്കാൻ ശ്രമിക്കുകയും അത് ഗോയിറ്റർ അഥവാ ഗ്രന്ഥി വലിപ്പം വെക്കുന്നതിലേക്കും നയിക്കുകയും ചെയ്യും. ഇനിയാണ് ആ വലിയ ചോദ്യം ചോദിക്കാൻ പോകുന്നത്. നമ്മുടെ സ്വന്തം കപ്പ അഥവാ മരച്ചീനി. കപ്പ ഒരു ഗോയിട്രോജൻ ആണെന്ന് കേൾക്കുമ്പോൾ ശരിക്കും ഒരു ഞെട്ടലുണ്ടാകും. ഇത് പൂർണ്ണമായും നിർത്തണോ? എനിക്കറിയാം, അത് ഉൾക്കൊള്ളാൻ പലർക്കും ബുദ്ധിമുട്ടാണെന്ന്. പക്ഷെ സയൻസ് പറയുന്നത് കപ്പയിൽ സയനോജനിക് ഗ്ലൂക്കോസൈഡുകൾ എന്നൊരു രാസഘടകം ഉണ്ട് എന്നാണ്. ദഹനപ്രക്രിയയിലൂടെ അത് തയോസയനേറ്റായി മാറും. ഈ തയോസയനേറ്റ് ആണോ ആ വ്യാജ താക്കോൽ? അതെ, അതുതന്നെ. ഇത് അയഡിൻ വലിച്ചെടുക്കുന്നതിനെ നേരിട്ട് തടസ്സപ്പെടുത്തും. അതുകൊണ്ട് കപ്പ പരമാവധി ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. പക്ഷെ വല്ലപ്പോഴും ഒന്ന് കൊതി തോന്നുമ്പോൾ കഴിക്കാൻ വല്ല വഴിയുമുണ്ടോ? ഈ വില്ലൻ എൻസൈമിനെ നശിപ്പിക്കാൻ പറ്റുമോ? തീർത്തും ഒഴിവാക്കാൻ കഴിഞ്ഞാൽ അത്രയും നല്ലത്. എങ്കിലും വല്ലപ്പോഴും കഴിക്കണമെന്നുള്ളവർ കപ്പ നന്നായി വെട്ടിത്തിളപ്പിച്ച് ആ വെള്ളം പൂർണ്ണമായും ഊറ്റിക്കളഞ്ഞ ശേഷം മാത്രം ഉപയോഗിക്കുക. ആ വെള്ളം യാതൊരു കാരണവശാലും ഉപയോഗിക്കരുതല്ലേ? അതെ, ആ വെള്ളം ഊറ്റിക്കളയുമ്പോൾ അതിലെ ഗോയിട്രോജന്റെ അളവ് ഗണ്യമായി കുറയും. എങ്കിലും വളരെ ചെറിയ അളവിൽ മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കണം. അത് വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റാണ്. ഇനി കപ്പയെ കൂടാതെ കാബേജ്, കോളിഫ്ലവർ, ബ്രൊക്കോളി എന്നിവയും ഗോയിട്രോജൻ ഫാമിലിയിലുണ്ടല്ലോ. ഇവയുടെ കാര്യമോ? അതെ, ഇവയെ ക്രൂസിഫെറസ് പച്ചക്കറികളെന്നാണ് വിളിക്കുന്നത്. ഇതിലെ മൈറോസിനേസ് എന്നൊരു എൻസൈമുമുണ്ട്. നമ്മളിത് പച്ചയ്ക്ക് ചവച്ചരയ്ക്കുമ്പോഴാണ് ഗോയിട്രോജൻ സജീവമാകുന്നത്. ഓഹോ, അതുകൊണ്ടാണോ സാലഡായിട്ട് കഴിക്കരുതെന്ന് പറയുന്നത്? കറക്റ്റ്. യാതൊരു കാരണവശാലും പച്ചയ്ക്ക് കഴിക്കരുത്. എന്നാൽ നന്നായി വേവിച്ചു കഴിഞ്ഞാൽ ഈ എൻസൈം പൂർണ്ണമായും നശിച്ചുപോകും. അപ്പോൾ വേവിച്ച് മിതമായ അളവിൽ കഴിക്കാം. അപ്പോ നമ്മൾ ഷവർമയോ ബർഗറോ ഒക്കെ കഴിക്കുമ്പോൾ അതിൽ പച്ച കാബേജ് ഉണ്ടെങ്കിൽ അതെടുത്തു മാറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി സോയയുടെ കാര്യമെന്താണ്? സോയ ചങ്ക്സ് ഒക്കെ പ്രോട്ടീനു വേണ്ടി പലരും കഴിക്കാറില്ലേ? സോയയുടെ മെക്കാനിസം കുറച്ച് വ്യത്യസ്തമാണ്. അതിൽ ഐസോഫ്ലേവോണുകൾ എന്നൊരു ഘടകമുണ്ട്. അത് ഹോർമോൺ ഉണ്ടാക്കാൻ സഹായിക്കുന്ന എൻസൈമിന്റെ പ്രവർത്തനത്തെ തടയും. അതുമാത്രല്ല, മരുന്ന് ആഗിരണം ചെയ്യുന്നതിനെയും ബാധിക്കില്ലേ? അതെ, നമ്മൾ കഴിക്കുന്ന തൈറോയിഡ് ഗുളിക കുടലിൽ വെച്ച് ആഗിരണം ചെയ്യുന്നതിനെ സോയ ഉൽപ്പന്നങ്ങൾ ശക്തമായി തടസ്സപ്പെടുത്തും. അതുകൊണ്ട് സോയ പരമാവധി ഒഴിവാക്കുക. ആഗിരണം ചെയ്യുക എന്ന് പറഞ്ഞപ്പോഴാണ് ആ പ്രധാന വിഷയത്തിലേക്ക് വരുന്നത്. മരുന്ന് എങ്ങനെ കഴിക്കണമെന്നത്. പലരും വിചാരിക്കുന്നത് രാവിലെ ഗുളിക വിഴുങ്ങുക, ഉടനെ ചായ കുടിക്കുക എന്നാണ്. അതെ, അതൊരു വലിയ അബദ്ധമാണ്. ഇതൊരു സങ്കീർണമായ കെമിക്കൽ റിയാക്ഷനാണല്ലോ. നമ്മൾ കഴിക്കുന്ന ലെവോതൈറോക്സിൻ ഗുളിക യാതൊരു ഭക്ഷണവുമില്ലാത്ത അസിഡിക്കായ അന്തരീക്ഷത്തിലെ അലിയുകയുള്ളൂ അല്ലേ? അതെ, ലെവോതൈറോക്സിൻ വളരെ സെൻസിറ്റീവാണ്. ആമാശയത്തിൽ കൃത്യമായ അസിഡിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഇത് അലിഞ്ഞ് ചെറുകുടലിലേക്ക് എത്തുകയുള്ളൂ. അവിടെ വെച്ചാണ് രക്തത്തിലേക്ക് പോകുന്നത്. നമ്മൾ ഗുളിക കഴിച്ച ഉടനെ എന്തെങ്കിലും കഴിച്ചാലോ? അപ്പോൾ ആമാശയത്തിലെ ആസിഡിന്റെ സ്വഭാവം മാറും, pH ലെവൽ മാറും. അതോടെ ഗുളികയ്ക്ക് അലിയാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പൊ ഇതിൽ വലിയ വില്ലൻ തുടക്കത്തിൽ പറഞ്ഞ നമ്മുടെ പാൽച്ചായയാണ്. ഞാൻ ഗുളിക കഴിച്ചൊരു
10 മിനിറ്റ് കഴിഞ്ഞ് പാൽച്ചായ കുടിച്ചാൽ ശരിക്കും വയറ്റിൽ എന്താ സംഭവിക്കുക? വിനാശകരമായ ഒരു രാസപ്രവർത്തനമാണ് അവിടെ നടക്കുന്നത്. പാലിൽ ധാരാളം കാൽഷ്യമുണ്ടല്ലോ. ഈ കാൽഷ്യത്തിന് മരുന്നിനോട് വലിയ ആകർഷണമാണ്. അത് രണ്ടും കൂടി വയറ്റിൽ വെച്ച് കൂടിച്ചേരും. എന്നുവെച്ചാൽ അതൊരു കട്ടിയായി മാറുക. അതെ, അതൊരു വലിയ കോംപ്ലക്സായി മാറും. ചെറുകുടലിന് ഇത്രയും വലിയൊരു കട്ടയെ വലിച്ചെടുത്ത് രക്തത്തിലേക്ക് മാറ്റാൻ സാധിക്കില്ല. ഫലത്തിൽ ആ മരുന്ന് യാതൊരു ഉപയോഗവുമില്ലാതെ മലത്തിലൂടെ പുറത്തുപോകും. ദൈവമേ, നമ്മൾ വളരെ നിസ്സാരമെന്ന് കരുതുന്ന ഒരു ശീലം ഇത്രയും പണിയാണ് തരുന്നത്. അപ്പോൾ ഗുളിക കഴിച്ച് എത്ര സമയം കഴിഞ്ഞാൽ ചായ കുടിക്കാം? ആമാശയം കാലിയാകാൻ എടുക്കുന്ന സമയം നോക്കണം. ചുരുങ്ങിയത് 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ യാതൊന്നും കഴിക്കാതിരിക്കുക എന്നതാണ് ഏറ്റവും സുരക്ഷിതം. 1 മണിക്കൂർ. അത് കഴിഞ്ഞാൽ ചായ കുടിക്കാം അല്ലേ? അതെ, ആ സമയം കൊണ്ട് ഗുളിക അലിഞ്ഞ് ചെറുകുടലിലേക്ക് എത്തിയിട്ടുണ്ടാകും. പിന്നെ പ്രശ്നമില്ല. ഇനി മറ്റു ഗുളികകൾ കഴിക്കുന്നവരുണ്ടല്ലോ. പ്രായമുള്ളവരൊക്കെ കാൽസ്യം, ഇരുമ്പ് ഗുളികകൾ കഴിക്കും. അതും ഈ പാൽച്ചായ പോലെ തന്നെ തടസ്സമുണ്ടാക്കില്ലേ? തീർച്ചയായും വലിയ രീതിയിൽ തടസ്സപ്പെടുത്തും. കാൽസ്യവും ഇരുമ്പും ലെവോതെറാപ്സിനുമായി ചേർന്ന് ആഗിരണം ചെയ്യപ്പെടാത്ത കോംപ്ലക്സുകൾ ഉണ്ടാക്കും. അപ്പോ എത്ര മണിക്കൂർ ഇടവേള വേണം? തൈറോയ്ഡ് ഗുളിക കഴിച്ച് ചുരുങ്ങിയത് 4 മണിക്കൂർ കഴിഞ്ഞ ശേഷം മാത്രമേ കാൽസ്യം അല്ലെങ്കിൽ അയൺ ഗുളികകൾ കഴിക്കാൻ പാടുള്ളൂ. അപ്പോ രാവിലെ തൈറോയ്ഡ് മരുന്ന് കഴിക്കുക, മറ്റ് സപ്ലിമെന്റുകൾ ഉച്ചയ്ക്കോ വൈകുന്നേരമോ ആക്കുക. ഇത് വളരെ നിർണായകമായ ഒരു അറിവാണ്. അപ്പം നമ്മൾ ഇന്ന് സംസാരിച്ച കാര്യങ്ങൾ ഒന്നുകൂടി വേഗത്തിൽ പറയാം. അയഡിനും സെലീനിയവും കിട്ടാൻ ചെറിയ കടൽ മത്സ്യങ്ങളും മുട്ടയും കഴിക്കുക. അതെ. പോളിഷ് ചെയ്ത അരിക്കു പകരം തവിടുള്ള അരി കഴിക്കുക. വില്ലന്മാരായ കപ്പ, ക്യാബേജ് എന്നിവ നന്നായി വേവിച്ചു മാത്രം ഉപയോഗിക്കുക. കപ്പയുടെ വെള്ളം പൂർണ്ണമായും ഊറ്റിക്കളയണം. സാലഡായി ഒരിക്കലും കഴിക്കരുത്. കറക്റ്റ്. പിന്നെ ഏറ്റവും പ്രധാനം, മരുന്ന് കഴിച്ച് ചുരുങ്ങിയത് 1 മണിക്കൂർ കഴിഞ്ഞേ പാൽച്ചായയോ മറ്റോ കുടിക്കാൻ പാടുള്ളൂ. മറ്റു ഗുളികകൾക്ക് 4 മണിക്കൂർ ഇടവേളയും. വളരെ കൃത്യമായി പറഞ്ഞു. ഇതിനോടൊപ്പം എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളിവിടെ ചർച്ച ചെയ്തതെല്ലാം ശാസ്ത്രീയമായ അറിവുകളാണെങ്കിലും ഓരോ മനുഷ്യന്റെയും ശരീരം വ്യത്യസ്തമാണ്. അതെ, എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല. ചിലർക്ക് പ്രമേഹമോ പ്രഷറോ ഒക്കെ ഉണ്ടാകാം. അതുകൊണ്ട് ഭക്ഷണത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നതിനു മുൻപ് ഒരു ഡോക്ടറെയോ ഡയറ്റീഷ്യനെയോ കണ്ട് കൃത്യമായ ഉപദേശം തേടണം. തീർച്ചയായും ഒരു വിദഗ്ധന്റെ നിർദ്ദേശം എപ്പോഴും ആവശ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കും നിങ്ങൾക്ക് അനുയോജ്യമായ കൃത്യമായ ഒരു ഡയറ്റ് പ്ലാൻ തയ്യാറാക്കാനും ഡോക്ടർ അഖിൽ വർഗീസുമായി ബന്ധപ്പെടാവുന്നതാണ്. പ്ലീസ് കോൺടാക്ട് ഡോക്ടർ അഖിൽ ഫോർ ഫർദർ എൻക്വയറി എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അതെ, പ്രൊഫഷണൽ ഗൈഡൻസ് എപ്പോഴും നല്ലതാണ്. അപ്പോൾ നമ്മൾ ഈ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് ചിന്തിക്കാനായ ഒരു കാര്യം ഞാൻ പറയുകയാണ്. എന്താണത്? നമ്മുടെ ശരീരത്തിന് വേണ്ട അയഡിൻ, സെലീനിയം, സിങ്ക് ഒക്കെ പച്ചക്കറികളിലേക്ക് ശരിക്കും എവിടെ നിന്നാണ് വരുന്നത്? നമ്മൾ കൃഷി ചെയ്യുന്ന മണ്ണിൽ നിന്നാണ്, അല്ലേ? അതെ, മണ്ണിൽ നിന്നാണ്. എന്നാൽ ആധുനിക കൃഷിരീതികൾ കാരണം ഇന്നത്തെ നമ്മുടെ മണ്ണിൽ ഈ സൂക്ഷ്മ മൂലകങ്ങൾ വലിയ തോതിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ശാസ്ത്രം പറയുന്നു. നമ്മുടെ മണ്ണിന്റെ ഘടന മാറുന്നതുകൊണ്ടാണോ ഇന്ന് ഇത്രയധികം ആളുകൾക്ക് തൈറോയ്ഡ് പ്രശ്നങ്ങൾ വരുന്നത്? അതൊരു വലിയ ചോദ്യം തന്നെയാണ്. കഴിക്കുന്ന പച്ചക്കറികൾ പുറമെ കാണാൻ നല്ല ഭംഗിയുള്ളതാണെങ്കിലും ഉള്ളിൽ അവ വെറും പോഷകശൂന്യമാണോ? നമ്മുടെ ഭക്ഷണവും പരിസ്ഥിതിയും തമ്മിലുള്ള ഈ ബന്ധത്തെക്കുറിച്ച് അടുത്ത തവണ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ.